ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഭയങ്കര എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് സർവൈവ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും ജയിക്കാനും പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, ആ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ നമ്മളുടെ മാർക്കറ്റ് ഷെയറിൽ ഉണ്ടാവുന്ന നമ്മളുടെ എന്താ പറയുക അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് നമുക്ക് 2-3 എക്സാമ്പിൾസ് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ റാപ്പിഡോയുടെ ഗ്രോത്താണ്. റാപ്പിഡോയുടെ ഇന്ത്യയിലെ ഗ്രോത്തിനൊരു പ്രധാന കാരണം അവർ ഊബർ അല്ലെങ്കിൽ ഓല ഉള്ള ക്യാബ് അഗ്രഗേറ്റർ പൊസിഷനിൽ നിന്ന് ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക 2 വീലർ ഷെയറിങ്ങിലേക്ക് വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷേ ആ വ്യത്യാസം എന്താ പറയുക ഒരു സർവീസ് ലെവലിലുള്ള വ്യത്യാസമായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ആക്ച്വലി ഇവരുടെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഫ്ലാറ്റ് എമൗണ്ട് ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന ഒരു ഫോർമുല ഇവർ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ഇപ്പം ഊബർ പോലുള്ളതൊക്കെ ഓടുന്നതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എത്ര ഓടിയാലും ഒരു ദിവസം ഫ്ലാറ്റ് ഇത്ര കൊടുത്താൽ മതി എന്ന് പറയുകയും അത് ഡ്രൈവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജായി മാറുകയും ചെയ്തതാണ് വലിയൊരു ഡിഫറൻസ് അവരുടെ മാർക്കറ്റ് ഷെയറിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർ ടയർ 2, ടയർ 3 സിറ്റികളിലൊക്കെയാണ് ആദ്യമായിട്ട് വരുന്നതെന്നാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ 10 മിനിറ്റ്സ് ഡെലിവറി ലോഞ്ച് ചെയ്തുകൊണ്ട് വലിയൊരു മാർക്കറ്റ് ഷിഫ്റ്റ് ഇപ്പം ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള വലിയ പ്ലെയേഴ്സിനെ ഓവർകം ചെയ്യുന്നതിൽ ഈ ക്യുക്കോമേഴ്സിന് വലിയ ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിച്ചു. അതിൻ്റെ ഒരു മേജർ കാരണമെന്ന് പറയുന്നത് ഈ 10 മിനിറ്റിലേക്ക് വേണ്ടി എല്ലാവരും വരേണ്ടി വരും. അപ്പോൾ അതൊരു കസ്റ്റമർ എക്സ്പീരിയൻസിൻ്റെ വേറൊരു പൊസിഷനിങ് ആണ്. ഇപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സർവീസ് തന്നെയാണ് ഇവരും കൊടുക്കുന്നത്. പക്ഷേ ഇവർ ആക്ച്വലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ബെനഫിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഴ്സിൻ്റെ പുതിയ ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാലത്ത് മനുഷ്യന് വേണ്ടത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കും. അതിനെ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലിവറിയിലായിരിക്കാം, എക്സ്പീരിയൻസിലായിരിക്കാം, എക്സ്പെക്റ്റേഷനിലായിരിക്കാം, പ്രസൻറ്റേഷനിലായിരിക്കാം, എങ്ങനെ മാസീവായിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിരിക്കും.